മാം, തമിഴ്നാടിന്റെ ബജറ്റാണ് എല്ലായിടത്തും വാർത്തകളിൽ നിറയുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അമ്പരന്ന് പോകുന്ന ചില പ്രഖ്യാപനങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, അതുപോലെ സ്ത്രീകളുടെ സുരക്ഷ, സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടെ ബജറ്റിൽ ഒരു വിഹിതം മാറ്റിവെക്കുന്നു. അത്തരത്തിൽ ബിരിയാണി പോലെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഇത്തരത്തിൽ ബജറ്റ് പ്രഖ്യാപനം വിജയ് സർക്കാർ നടത്തുന്നത് തമിഴ്നാട്ടിൽ എത്രത്തോളം ഗുണം ചെയ്യും, അല്ലെങ്കിൽ തമിഴ്നാടിനെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ പലതും വരുന്നത്. അപ്പോഴും ബാക്കിയാകുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഓരോ സർക്കാരിന്റെ കാലത്തുമുള്ള ബജറ്റുകളിലൊന്നും ഇത്തരം പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടിട്ടേയില്ല? ഇതെല്ലാം ജനങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന പ്രഖ്യാപനങ്ങൾ കൂടിയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കേരള ബജറ്റിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരാത്തത്? നീതു, അതെ, ഇന്നലെ വൈകിട്ട് മുതൽ, ഇന്നലെ ആയിരുന്നു തമിഴ്നാടിന്റെ ബജറ്റ് റിലീസ്. അപ്പം അത് കഴിഞ്ഞ പിന്നെ ഇന്നും ഒക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസും ചർച്ചകളും ഒക്കെ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ ബജറ്റില് ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ പഠനം പൂർത്തിയാക്കി ആ കുട്ടി വിവാഹം കഴിക്കുന്നത് വരെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ കുട്ടിക്ക് സഹായകരമായിട്ടുള്ള ഓരോ ക്ഷേമ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതും ഒരു പെൺകുട്ടിക്കാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യമാണ്. എസ്പെഷ്യലി 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സൈക്കിളാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ സൗജന്യ ലാപ്ടോപ്പ് കൊടുക്കുന്നു. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണം കൊടുക്കുന്നു. നവവധുവിനാണെങ്കിൽ 1 പവനും പിന്നെ ഒരു പട്ട് സാരിയും കൊടുക്കുന്നു. ഗർഭിണികൾക്കായിട്ട് എല്ലാ ജില്ലകളിലും പരിചരണ കേന്ദ്രങ്ങൾ കൊടുക്കുന്നു. കാര്യം, ഈ ബജറ്റിൽ ഏറ്റവും ഊന്നി പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ ക്ഷേമ പദ്ധതികൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി എല്ലാ ജനങ്ങളെയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ബജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് താനും. നമുക്ക് ഭയങ്കര ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു വിജയ് സർക്കാരിന്റെ ബജറ്റ്. അത് തന്നെ. അപ്പൊ പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്നില്ല? അങ്ങനെ ചോദിക്കുമ്പം അതിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടത്, നമ്മൾ ഏത് സർക്കാരാണെങ്കിലും, ഇപ്പൊ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരാണെങ്കിലും തമിഴ്നാട് ഭരിക്കുന്ന സർക്കാരാണെങ്കിലും, 2 സ്ഥലങ്ങൾ, 2 സ്റ്റേറ്റ്, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് ഏത് സർക്കാർ ഭരിച്ചാലും. ഇപ്പൊ തന്നെ നമ്മുടെ KSRTC, നമുക്ക് പ്രിയദർശിനി സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഒരു കഷ്ടപ്പാടിലേക്കാണ് വന്നിരിക്കുന്നത്. കാര്യം, അത് KSRTCക്ക് ഒത്തിരി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നും ഒരു അറിവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവര് തമിഴ്നാട്ടിലാണെങ്കിൽ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏതാണ്ട് 7.75 കോടി ജനങ്ങളാണ് തമിഴ്നാട്ടിൽ താമസിക്കുന്നത് ഏകദേശം. അതേസമയത്ത് കേരളത്തിലാണെങ്കിൽ 3.62 കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ. അപ്പം ഏതാണ്ട് നമുക്കറിയാം, കേരളത്തിനെക്കാട്ടിലും ഒരുപാട് ജനസംഖ്യ കൂടുതൽ, ഒരുപാട് വിസ്തൃതിയുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. പിന്നെ ഈ വിസ്തൃതി തമിഴ്നാട് നമ്മൾ കാണുമ്പോൾ, തമിഴ്നാട് നോക്കുമ്പോൾ കുറെ തരിശായിട്ടുള്ള ഭൂമികളൊക്കെ നമ്മൾ പോണ വഴിയൊക്കെ കാണുമെങ്കിലും അവിടെ വ്യവസായങ്ങൾ വളരെ നന്നായിട്ട്, വ്യവസായ ഒരു അടിത്തറയുണ്ട്. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്ന കുറെ പദ്ധതികൾ തമിഴ്നാടിൻ്റെതായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വിജയ് സർക്കാർ തന്നെയല്ല, അതിനു മുമ്പത്തെ സ്റ്റാലിൻ സർക്കാരാണെങ്കിലും, അതിനു മുമ്പ് ജയലളിതയാണെങ്കിലും, അതിനു മുമ്പ് MGR ആണെങ്കിലും, ഇതെല്ലാം ഈ ഭരണകർത്താക്കളൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും സാധാരണ ജനങ്ങൾക്ക് അന്നൊക്കെ പറയുന്നതൊക്കെ, ഇപ്പം ഇൻ കേസ് ഈ സ്ത്രീകൾ, ഇപ്പൊ അവിടുത്തെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ ഇവിടെ വീടുകളിലൊക്കെ ജോലിക്ക് വരുമ്പോൾ അവര് ഈ 1-ാം തീയതി, എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ 1-ാം തീയതിക്ക് മുമ്പ് അവർ തമിഴ്നാട്ടിൽ പോകും. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ റേഷൻ ഒക്കെ നല്ല ലാഭമാണ്. അവർക്ക് എത്രയോ കിലോ അരി, 35-40 കിലോ അരി കിട്ടുന്നു. എല്ലാ സാധനങ്ങളും കിട്ടുകയാണ്. അതേപോലെ ഇപ്പം വിജയ് സർക്കാർ കയറുന്നതിന് മുമ്പ് ഓരോ ഫാമിലിക്കും 5000 രൂപ വെച്ച് കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക്, സ്ത്രീകൾക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഏത് സർക്കാരാണെങ്കിലും അവര് അത് അനുവദിച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. സ്ത്രീകളെയും കുട്ടികളെയും അവിടെയുള്ള ബാക്കി പുരുഷന്മാരെയും അവർ കൺസിഡർ ചെയ്യുന്നു. അവർ ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നു. അതേസമയം അവരുടേതായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേരളത്തെക്കാട്ടിൽ ഒത്തിരി വ്യത്യാസമാണ്. തന്നെ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യവസായങ്ങൾ, തമിഴ്നാട്ടിലെ നിരവധി ദേശീയ അന്തർദേശീയ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഹുണ്ടായി, ടാറ്റ, അശോക് ലൈലാൻഡ്, ഫോക്സ്കോൺ, പെഗാട്രോൺ തുടങ്ങിയ വലിയ വലിയ കമ്പനികൾ അവിടെ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ ഉയർന്ന GST അടക്കം ഉയർന്ന നികുതി അവർക്ക് കിട്ടുന്നുണ്ട്.
അപ്പൊ മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനമാണെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ആണെങ്കിലും വാഹന രജിസ്ട്രേഷൻ, വൈദ്യുതി തുടങ്ങി മറ്റ് സംസ്ഥാന നികുതികളൊക്കെ അവർക്ക് വലിയൊരു എമൗണ്ട് തന്നെയാണ് സർക്കാരിന് കിട്ടുന്നത്. പിന്നെ ക്ഷേമ പദ്ധതികൾ ഒരു ദീർഘകാല പാരമ്പര്യം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാര്യം MGR ആണെങ്കിലും അണ്ണാദുരൈ ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ ഉള്ള ആ കാലം മുതൽ തന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. പിന്നെ സൗജന്യ സൈക്കിള്, ലാപ്ടോപ്പ്, ഉച്ചഭക്ഷണ പദ്ധതി, സ്ത്രീകൾക്ക് അങ്ങനത്തെയുള്ള ഒരുപാട് ക്ഷേമ പദ്ധതികൾ അന്നേ മുതലേ സർക്കാർ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് സമ്പദ് വ്യവസ്ഥയും ഉയർന്ന നികുതി വരുമാനവും വ്യവസായ നിക്ഷേപവും, ഇത് 3 കാര്യങ്ങളാണ് തമിഴ്നാടിന്റെ സാമ്പത്തികമായിട്ട് തമിഴ്നാടിനെ കേരളത്തെക്കാട്ടിലും മുന്നിൽ നിർത്തുന്ന കാര്യങ്ങൾ. അത് ഏത് സർക്കാർ ഭരിച്ചാലും ഇവർക്ക് ഇത്രയധികം വരുമാനം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു വസ്തുത. ഇപ്പൊ അതുപോലെ എക്സ്പോർട്ടിങ് ടൈമത്ത് നമുക്ക് അറിയാലോ, എക്സ്പോർട്ടിങ്ങിന് അവിടുന്ന് ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ, നമ്മൾ തിരുപ്പൂർ തുണിത്തരങ്ങളൊക്കെ നമ്മൾ അറിയാം, ഈ തിരുപ്പൂരിൽ നിന്നൊക്കെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളിലും തമിഴ്നാടിന്റെ ഓരോ പ്രോഡക്ട്സും വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനീസ് തമിഴ്നാട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് അവരുടേതായിട്ടുള്ള അവരുടെ ഓൺ പ്രോഡക്ട്സിനെ അവര് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ കേരളത്തെക്കാട്ടിലും ഒരുപാട് വ്യത്യാസമായിട്ട്, കേരളത്തിൽ ഇത്രയധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കേരളത്തിൽ വ്യവസായങ്ങളുണ്ട്, പിന്നെ നികുതി കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും കേരളത്തിൽ പെൻഷൻ നമുക്ക് തന്നെ അറിയാം, പെൻഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ പെൻഷന് തന്നെ ഇപ്പം ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം പെൻഷന് തന്നെ എത്രയോ ലക്ഷം കോടി രൂപയാണ് കേരളത്തിൽ. ഇപ്പം കേരളത്തിന് 1.22 lakh കോടിയിലധികമാണ് ഓരോ വർഷവും ചെലവ് വരുന്നത്. പെൻഷൻകാർക്ക് പലിശ കൊടുക്കാനും അങ്ങനത്തെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ, ശമ്പളം കൊടുക്കാനും ഒക്കെ ആയിട്ട് കേരളത്തിന് ഒരു വലിയ ബാധ്യതയുണ്ട്, സാമ്പത്തിക ബാധ്യത കേരളത്തിനുണ്ട്. പക്ഷെ തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമിഴ്നാടിന് അത്ര വലിയൊരു ബാധ്യത ഉള്ള സംസ്ഥാനമല്ല. കാര്യം അവർക്ക് മേക്കപ്പ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, വ്യവസായങ്ങളുണ്ട്, സ്ഥിര നിക്ഷേപങ്ങളുണ്ട്, നികുതി കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ തമിഴ്നാട് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്ന ഭരണകർത്താക്കൾ ഓരോരുത്തരും ക്ഷേമ പദ്ധതിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഭരണകർത്താക്കളാണ്. നമുക്ക് പറയാം, അതൊരു ദ്രാവിഡ പാരമ്പര്യമായിട്ടുള്ള, ഇപ്പൊ ഏതാണ്ട് തമിഴ്നാട് ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു പാരമ്പര്യമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ദശകങ്ങളായിട്ട് DMK ആണെങ്കിലും AIADMK ആണെങ്കിലും ആ സർക്കാരുകളിലും ജനക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് അവർക്കിങ്ങനെ ഒരു ബജറ്റ് വരുമ്പം അത് ഒരു ഇന്നോവേറ്റബിൾ പാർട്ടായിട്ട് തന്നെ, എന്ന് വെച്ചാൽ ഇതുപോലെ അവർക്ക് സാധാരണ ജനങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള അപ്പം അവർക്ക് ഏത് സർക്കാരാണെങ്കിലും അവര് ജനങ്ങളെ അകമഴിഞ്ഞ് അവര് ആ ഭരണകർത്താക്കളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ വിജയ് സർക്കാർ വന്നു കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ചുകൂടെ സ്വർണ്ണമൊക്കെയാണ്. ഒരു കുട്ടി ജനിക്കുമ്പം 1 ഗ്രാം സ്വർണം, അതേപോലെ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് 1 പവൻ സ്വർണം. ഇപ്പൊ 1 പവൻ സ്വർണത്തിനൊക്കെ 1 lakh സംതിങ് ഒക്കെ ആയി. ഇപ്പോഴാണ് 99 രണ്ടാഴ്ചയായിട്ടുള്ള അത്രയധികം കുറവ് വന്നിട്ട്, ബാക്കിയെല്ലാം 1 lakhന് കൂടുതലായി. അപ്പൊ അത്രയും എല്ലാ പെൺകുട്ടികൾക്കും കല്യാണ സമയത്ത് കൊടുക്കുന്ന പറയുമ്പോൾ അതൊരു വലിയൊരു ബാധ്യത. പക്ഷെ അത് അവർക്ക് മേക്കപ്പ് ചെയ്യാനും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് തന്നെ പറയാം. അതൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാട് സംസ്ഥാനത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിൽ എന്തൊന്നും കൊടുക്കാത്തത്, തമിഴ്നാട്ടിൽ എന്താണ് കൊടുക്കുന്നത്. പക്ഷെ തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയും വ്യവസായത്തിന്റെ അടിത്തറയും അവരുടെ സ്ഥിര നിക്ഷേപങ്ങളും ഇതും എല്ലാം കേരളത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം പിന്നെ ഒരു ചെറിയ സംസ്ഥാനമാണ്. കേരളത്തിൽ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യും. എന്നിട്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ട് കാണും. കാരണം ഒരു തരത്തിൽ KSRTCക്ക് പോലും നമ്മൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്ത് ബാധ്യതയിലേക്കാണ്. സാമ്പത്തിക ബാധ്യത കേരളത്തിന് ഒരുപാടുണ്ട്. കേരളം ഒരുപാട് കോടികൾ കടം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇൻ കേസ് കമ്പാരിറ്റീവ്ലി തമിഴ്നാട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ അടുത്ത് കിടക്കുന്ന സംസ്ഥാനം ആണെങ്കിൽ പോലും തമിഴ്നാട്ടിലെ ഭരണവ്യവസ്ഥയും അവരുടെ ഈ സാമ്പത്തിക അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് എപ്പോഴും, തമിഴ്നാട്ടിലെ ബജറ്റ് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് കൂടാതെ തന്നെ നമുക്ക് റേഷൻ കടകളിലൊക്കെ അവർക്ക് ഒരു മാസത്തേക്ക് കംപ്ലീറ്റ്, നമ്മുടെ കോവിഡ് സമയത്താണ് നമുക്ക് കുറച്ചെങ്കിലും കിട്ടിയത്. ഇത് പക്ഷെ ഒന്നുമില്ല. ഇതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇപ്പൊ നമ്മൾ പയറാണെങ്കിലും കടലയാണെങ്കിലും അരിയാണെങ്കിലും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് അവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സപ്ലൈകോയിൽ നിന്നാണെങ്കിലും അത് അവിടുന്ന് കളഞ്ഞിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട സാധനങ്ങളാണ് ഈ കിറ്റിനകത്ത് ഉണ്ടായിരുന്നത്. ചെറുപയറൊക്കെ ഒരാഴ്ച ഇരിക്കുമ്പോൾ തന്നെ കേടായി പോകുന്ന ടൈപ്പിലുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, തമിഴ്നാട്ടിലെല്ലാം നല്ല സാധനങ്ങൾ. അതുകൊണ്ടാണ് കേരളത്തിൽ വന്ന തമിഴ്നാട്ടില് അവരുടെ ഒറിജിൻ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും അവരിവിടെ വന്ന് ജോലി ചെയ്യുന്നവർ ഈ 1-ാം തീയതി അടുപ്പിച്ച് പെട്ടെന്ന് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ മെയിൻ കാരണമാണ് അവർക്ക്
ഭരണകർത്താക്കൾക്കാണെങ്കിലും അവിടെ ഭരിക്കുന്നവരാരാണെങ്കിലും അവർക്ക് ജനങ്ങളോട് കുറച്ചുകൂടെ അഫെക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട്. അവർ ജനങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ. നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അമ്മ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഇതുപോലെ ഇവിടെ ഒരു സ്ത്രീകളെക്ക് കൊടുക്കുന്ന ഇവിടെ സ്ത്രീകൾക്ക് അത്ര റെസ്പെക്ട് കൊടുക്കണില്ല. ആക്ച്വലി സ്ത്രീകൾക്ക് ഇവിടെ റെസ്പെക്റ്റ് ഇല്ല. പക്ഷെ അവിടെ നമുക്ക് എപ്പോഴും ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലെ. നമ്മൾ ഒരു ഓട്ടോയിൽ കയറിയാലും ഒരു ബസ്സിൽ കയറിയാലും എപ്പോഴും നമ്മളെ ഒരു റെസ്പെക്ട്. അപ്പൊ സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകളെ കൺസിഡർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ പോയി സെറ്റിൽ ചെയ്തവർ പലരും പറയുന്നുണ്ട് തമിഴ്നാട് ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ്, നമ്മൾ തമിഴ് മക്കളെ വിട്ടു വരില്ല. അത്രയധികം സ്നേഹമാണ് അവർക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ സ്ത്രീകളെ കൺസിഡർ ചെയ്യുന്നു, സ്ത്രീകളെ പരിപാലിക്കുന്നു, സ്ത്രീകൾ അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലുള്ള റീസൺ. യെസ്, എന്തായാലും തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റ് ഒരുപാട് ജനസ്വീകാര്യത നൽകുന്നത് തന്നെയാണ്. ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലാൻ ജോസഫ് വിജയ് സർക്കാരിന് ഈ ബജറ്റിലൂടെ സാധിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഏറ്റവും ഒടുവിൽ മാം പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഒരു പെൺകുട്ടി ജനിച്ച് വിവാഹം വരെയുള്ള കാര്യങ്ങൾ അതിലെല്ലാം കൃത്യമായി ഇടപെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏത് നിലയിലാണ് ആ പെൺകുട്ടിക്ക് സഹായം വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ ഘട്ടത്തിലും വിവാഹഘട്ടത്തിലും ഒക്കെ വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇതൊക്കെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല കാലത്തും കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ബജറ്റുകളിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ബജറ്റിൽ വരുന്നില്ല എന്നതൊരു ചോദ്യം തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു സന്ധ്യ മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.